ക്രിപ്റ്റോ പവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നോക്കിയാൽ അറിയാം, ഒരു ഒക്ടോബർ തൊട്ട് മാർക്കറ്റ് ക്രാഷാണ്. ഒക്ടോബർ ഏറ്റവും വലിയൊരു ബുള്ളിഷായിട്ടുള്ള ഒരു മന്താണ് ഒക്ടോബർ എന്ന് പറയുന്നത്. അത് ഈ ഒരു പ്രാവശ്യം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രംപ് ആണെങ്കിൽ 2024 ആ ഒരു കയറിയ ടൈമിൽ കഴിഞ്ഞ വർഷം ആ ഒരു നവംബർ തൊട്ട് നല്ല രീതിയിലൊരു ബിറ്റ്കോയിൻ നല്ല രീതിയിൽ മൂവ്മെൻറ്റാണ്. അന്ന് ബിറ്റ്കോയിന് $1,00,000 കൂടുതൽ ഇങ്ങനെ വന്ന ആ ഒരു ടൈമിൽ ഇപ്പം ബിറ്റ്കോയിൻ ഈ ഒരു വർഷാവസാനം എത്തുമ്പോൾ തന്നെ 84, 86 ഈ റേഞ്ചിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 3 ദിവസം ഒരു നല്ലൊരു ലിക്വിഡേഷൻ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയറിയാം. ഇത് വന്ന ഡേറ്റ് പറയാം. ഒരു ഡിസംബർ 17 ഈ ഒരു പമ്പുണ്ടായി. ഇതൊരു ഫേക്ക് പമ്പാണെന്ന് നമുക്ക് 100% ഉറപ്പായിരുന്നു. ആ ഒരു 90K വരെ പോയിട്ട് ഈ പമ്പ് ഉണ്ടായതിനെക്കാട്ടി നല്ല രീതിയിൽ ഡമ്പുണ്ടായി. നിങ്ങൾ നോക്കിയാൽ ഡമ്പുണ്ടായി ഒരു ഏകദേശം 85,275 വരെ ആ ഡമ്പ് പോയി. അതിനുശേഷം വീണ്ടും ഒരു പമ്പുണ്ടായി. ഈ ഒരു ചെറിയ പമ്പ്, അത് 18-ാം തീയതി, അതായത് ഇന്നലെ ഒരു ചെറിയ പമ്പുണ്ടായിട്ട് ആ ഒരു ക്രാഷ് നോക്കിയേ, വലിയ ക്രാഷ് ഉണ്ടായി. അപ്പം 4 മണിക്കൂറത്തെ ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. 4 മണിക്കൂർ ഒരു ക്യാൻഡിൽ കണ്ടോ, ഒറ്റ ക്യാൻഡിൽ $4,000 ഡമ്പുണ്ടായി. അപ്പോൾ പല ആൾട്ടോയിനും നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പം പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല, മിക്കതും ഡമ്പാണ്. ഇപ്പം ഡോട്ടിൻ്റെ കാര്യം നോക്കിയാലും ഡോട്ടൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓൾ ടൈം ലോ അടിച്ചൊരു വർഷമാണ് ഈ ഒരു വർഷം. ഡോട്ട് മാത്രമല്ല, മിക്ക ആൾട്ടുകോയിനും ഓൾ ടൈം ലോ ഏതാണോ അത് അടിച്ച വർഷം. 2022 മുമ്പുള്ള ആൾട്ട് കോയിനെല്ലാം, ആ ഒരു ടൈമിലുള്ള ആൾട്ട് കോയിനെല്ലാം പോലും ഇത്രയ്ക്കുള്ള ഒരു ഡംപ് ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയായിരിക്കും. ഇപ്പോൾ മന്ത്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ 2022 ഡോട്ടിൻ്റെ പെർഫോമൻസ്, 2022 ഈ ഒരു സമയത്ത് ആ ഒരു ഡോട്ടൊക്കെ പോയൊരു ഏരിയ എന്ന് വെച്ചാൽ $3.57 ആ ഒരു ടൈമിൽ പോയിട്ടുള്ളത്. ഒരു 2022 ഈ ഒരു സമയത്തൊക്കെ ഏകദേശം ആ ഒരു $15,000 എത്തില്ലേ, 65,000, ഒരു $45,000 ഇന്ന് ബിറ്റ്കോയിൻ ഭയങ്കരമായിട്ട് ഒരു ബിയർ മാർക്കറ്റ് ആയിരുന്നല്ലോ 2022. ആ ഒരു ടൈമിൽ ഒരു $15,000 ബിറ്റ്കോയിൻ എത്തിയപ്പോൾ പോലും ഈ ആൾട്ടുകോയിനൊന്നും വലിയ രീതിയിൽ ക്രാഷ് ആയെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിന്ന് കുറച്ച് പോയെങ്കിലും ഇത്രയ്ക്കുള്ള ഹെവി ക്രാഷ് എന്ന് വെച്ചാൽ ഈ ഒരു ബിറ്റ്കോയിൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ നോക്കുക. ഇപ്പം ബിറ്റ്കോയിന് ഈ ഒരു 100K നിന്നപ്പോൾ തന്നെ താഴോട്ട് പോയപ്പോൾ തന്നെ ആൾട്ടുകോയിനെല്ലാം 2022 ആ ഒരു ലോയെക്കാട്ടി താഴോട്ട് തന്നെ പോയി. അത് ഓരോ ദിവസവും ഈ ആൾ ടൈം ലോയ് പുതിയത് നേടിക്കൊണ്ടാണ് പല ആൾട്ടുകോയിനും പോകുന്നത്. നിങ്ങൾ നോക്കിയറിയാം, പല ആൾട്ടുകോയിനും ആൾ ടൈം ഹൈ അടിച്ച് പോകുന്നൊരിതുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ആൾ ടൈം ലോയാണ് എല്ലാ ദിവസവും ആൾട്ടുകോയിനെല്ലാം മിക്കതും അടിച്ചു പോയിരിക്കുന്നത്. ഈ എതേറി ആയിക്കോട്ടെ, എതേറി ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എതേറിയൊക്കെ കുറേ ആളുകൾ തള്ളും, അല്ലാതെ ഈ ഒരു ആൾട്ടുകോയിനെ കൊണ്ട് വലിയ രീതിയിലൊരു പ്രയോജനമൊന്നുമില്ല. അപ്പം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റ് കാര്യങ്ങൾ അതിൽ വരും. അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് 100% ബിറ്റ്കോയിനിൽ ചെന്നൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളൊരു 50% ഒരു ഫണ്ട് എടുത്ത് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ഗോൾഡിലായിക്കോട്ടെ, ഈ നമ്മുടെ സിൽവർ ആയിക്കോട്ടെ, സിൽവർ അടുത്തൊരു ഫ്യൂച്ചറാണ്. അപ്പം ആ ഒരു സ്റ്റോക്കിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിലൊരു റിട്ടേൺ വരുന്നതാണ് സിൽവറൊക്കെ. ഇപ്പം ഗോൾഡ് തന്നെ ഇപ്പം തന്നെ നല്ല രീതിയിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഒരു 99 അല്ലെങ്കിൽ 100% ഗോൾഡിലൊക്കെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഒരിക്കലും 100% ട്രസ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിറ്റ്കോയിൻ ഇപ്പോൾ $1,26,000 നിന്ന് വീണ്ടും ഈ ഒരു $84,000-$80,000 എത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബിറ്റ്കോയിനെ എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അസറ്റ് അല്ല ബിറ്റ്കോയിനൊന്നും. നമുക്കൊരു ഹെൽത്തി കറക്ഷൻ എന്ന് വെച്ചാൽ ഒരു $5,000-$10,000 ഡിഫറൻറ്റ് ഹെൽത്തി കറക്ഷനൊക്കെ വന്നാൽ നമുക്കൊരു ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു വലിയൊരു മാനിപ്പുലേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു മാർക്കറ്റ് തിരിച്ച് കയറത്തില്ലെന്നല്ല പറയുന്നത്. പല യൂട്യൂബർമാരും ഈ ഒരു മാർക്കറ്റ് ക്രാഷ് ആകുമ്പോഴൊന്നും അവർ വീഡിയോ ഇടാറില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ പണ്ട് തൊട്ടേ വീഡിയോ ഇടാറുണ്ട്. പിന്നെ നമ്മളിപ്പം സ്വാഭാവികമായിട്ട് കുറച്ച് നമ്മൾ അല്പം തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ചാനലിൽ ഇപ്പം സബ്സ്ക്രൈബറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല. ആകെ 490 സബ്സ്ക്രൈബറാണ്. പക്ഷേ അവരെല്ലാം എൻ്റെ ഫേവറേറ്റുകളാണ്. പക്ഷേ നമ്മളിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെയാണ്, നമ്മുടേതായിട്ട് നിലപാടുകളെടുത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിന് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അത് ഓവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവരുത്. നിങ്ങൾക്ക് അതിലാണ് ക്രിപ്റ്റോയിൽ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബിറ്റ്കോയിനിലാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾട്ടോയിന് നിങ്ങളൊരു 2%, 1% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പറയുന്ന എതേറി എന്ന് പറയുന്നത് കുറേ പേര് തള്ളി ഒരു എതേറിയും 15K പോവും, 5K പോകും എന്ന് പറഞ്ഞിട്ട് ആദ്യം അതൊക്കെ എത്തട്ടെ. ആദ്യം ഒരു 4K നിൽക്കട്ടെ, എന്നിട്ടല്ലേ എതേറി നമുക്ക് 10K ഒക്കെ കരുതേണ്ടതുള്ളൂ. അതുകൊണ്ട് മോസ്റ്റ് ആൾട്ട് കോയിനും നിങ്ങൾ നോക്കി അറിയാം. 2022 ആ ടൈമിലുള്ള ആൾട്ട് കോയിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ടൈമിലുള്ള ആൾട്ട് കോയിന് ഇത്രയ്ക്കുള്ളൊരു ഡംപ് ഉണ്ടായത് അന്ന് പോലും ഉണ്ടാവാത്തതിനെക്കാട്ടി കൂടുതലൊരു ഡംപ് നമ്മുടെ ഈ ഒരു വർഷം 2025 ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആൾട്ട് കോയിനെ ഒരിക്കലും നിങ്ങൾ 100% ഒന്നും നിങ്ങളുടെ ഫണ്ട് ഒരിക്കലും എടുത്ത്
ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഡമ്പാണെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാൻ പറയുകയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു മണ്ടത്തരമാണ്. ചെറിയൊരു ഫണ്ട്, ഒരു $5 $10 മാത്രം ഇടുക. ആൾട്ട് കോയിന് നമ്മൾ ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയില്ല. ഇനി അങ്ങോട്ട് ആൾട്ട് കോയിന് നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്ന് വെച്ചാൽ ഉള്ളവരെല്ലാം ഫണ്ട് പോയി, ഉള്ളവരെല്ലാം 99% ഡമ്പിലാണ്. ആൾട്ട് കോയിനെല്ലാം അത്രയ്ക്ക് ചത്ത അവസ്ഥയാണ്. ബിറ്റ് കോയിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, അതിനോട് ഞാൻ ഒരിക്കലും ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ ആൾട്ട് കോയിനെ ഒന്ന് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.